നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, കോടതികൾ പാർലമെന്റിന്റെ അധികാരം കൈയടക്കുന്നുണ്ടോ. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, പലപ്പോഴും നിയമനിർമ്മാണം വരെ കോടതി ഏറ്റെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ആജ്ഞ കൊടുക്കുന്ന രീതിയിലേക്ക് കോടതി മാറിയിട്ടുണ്ടോ. ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജനാധിപത്യത്തിന്റെ മൂന്ന് നെടുന്തൂണുകളാണ്. ഒന്ന് ജുഡീഷ്യറി, മറ്റത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും. അപ്പോൾ ക്യാബിനറ്റ് അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവും, അതുപോലെ പാർലമെന്റ്, ലോക്സഭ രാജ്യസഭ ഉൾപ്പെടുന്ന പാർലമെന്റ് ലെജിസ്ലേച്ചറുമാണ്. ഇവ മൂന്നും തമ്മിൽ ഒരു ആരോഗ്യകരമായ യോജിപ്പോടെ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ താന്താങ്ങളുടെ മേഖലയിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ആരോഗ്യകരമാവുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ഒരു സമതുലിതാവസ്ഥയ്ക്ക് ഇന്ത്യയിൽ ഇന്ന് ഇളക്കം തട്ടിയിരിക്കുന്നതായിട്ടാണ് ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവനയിൽ നിന്നും അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. 2 ദിവസം മുമ്പ് കേരള ഗവർണർ ആറിലെ ഇതേ അർത്ഥത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇന്നലെ ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻകർ, അദ്ദേഹം രാജസ്ഥാൻ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഒക്കെ ഒരു പ്രമുഖ അഭിഭാഷകനായിരുന്നു, ഒരു സീനിയർ അഭിഭാഷകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ സാങ്കത്യം നമുക്ക് ഒരിക്കലും അത് കുറച്ചു കാണാൻ പറ്റില്ല. അപ്പൊ ശ്രീ ജഗദീപ് ധൻകർ പറഞ്ഞത് ശരിക്കും രണ്ട് മേഖലയിലെ ആണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത്. ഒന്നാമത്തേത് കോടതികളുടെ പ്രവർത്തനത്തിലെ സുതാര്യത. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കോടതികളുടെ സുതാര്യത ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു വിഷയം അദ്ദേഹം ഒരു ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് ശർമ്മയുടെ വീട്ടിൽ നിന്നും ഈ അടുത്ത കാലത്ത് ഒരു അഗ്നിബാധയെ തുടർന്ന് നോട്ടുകെട്ടുകളെ കുറിച്ചുള്ള അന്വേഷണം, അതാണ് സുതാര്യതയെ, ആ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സുതാര്യതയെക്കുറിച്ച് സംസാരിച്ചത്. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അധികാരങ്ങളും അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ അധികാരങ്ങളും വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ താന്താങ്ങളുടെ പ്രവർത്തന മേഖലയുടെ നിർവചനത്തിന് അപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കോടതികൾ കാണിക്കുന്നതായിട്ട് ശ്രീ ജഗദീപ് ധൻകർ അഭിപ്രായപ്പെട്ടു. ശരിക്കും അതീവ ഗൗരവമായ ഒരു വിഷയമാണ് ഉപരാഷ്ട്രപതി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത് മാധ്യമങ്ങൾ വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ, നിയമവിദഗ്ധർ ചർച്ച ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും കോടതിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്ന് ചർച്ച ചെയ്യാൻ തന്നെ ആൾക്കാർ പേടിക്കുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ട്. നമുക്ക് വിധികളെയൊക്കെ വിമർശിക്കുമെങ്കിൽ തന്നെയും വ്യാഖ്യാനങ്ങളിലൂടെ ആണല്ലോ വിമർശനങ്ങൾ അതിര് വിട്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഒരു കേസ് കോടതിയിലെത്തിയാൽ സ്വാഭാവികമായിട്ടും വാദിക്കണമെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. വക്കീൽ ഫീസ് അല്ലെങ്കിൽ കോടതിയിൽ കെട്ടിവെക്കേണ്ട തുക, ഇതൊക്കെ ആലോചിക്കുമ്പോൾ സാധാരണ ജനങ്ങള് കോടതി സംബന്ധമായ വിഷയങ്ങളിൽ ഒരഭിപ്രായവും പറയാൻ തയ്യാറാവുന്നില്ല. മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അതൊരു ആരോഗ്യകരവും കൃത്യവുമായ ആത്മപരിശോധനയും വിമർശനവും ഇല്ലാത്ത ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും അപചയം സംഭവിക്കുമെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതും അതുപോലെ വർത്തമാനകാല ലോകം നമ്മളെ കാണിച്ചു തരുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ നമുക്ക് ഉപരാഷ്ട്രപതി ഉന്നയിച്ച രണ്ട് വിഷയങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഉപരാഷ്ട്രപതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദില്ലി ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് സിൻഹയുടെ വീട്ടിലിടുന്ന നോട്ടുകെട്ടുകളെ കുറിച്ചുള്ള വിഷയത്തിൽ രേഖപ്പെടുത്തിയത്. ആ ആശങ്ക അദ്ദേഹം പറയുന്നത്, ഇവിടെ ഒരു FIR ഇട്ടിട്ടില്ല. സാധാരണ ഈ നാട്ടിലെ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷനറീസിനും എതിരെ FIR ഇടുന്നതിൽ നിയമപരമായ ഒരു തടസ്സവുമില്ല. പക്ഷേ ഇവിടെ ജഡ്ജിമാർക്കെതിരെ FIR ഇടണമെങ്കിൽ ജഡ്ജിമാരുടെ തന്നെ അനുവാദം വേണം. അതായത് നിയമവ്യവസ്ഥയിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയാനോ അർഹതയുള്ള ജഡ്ജിമാർ അവരുടെ ഒരു അനുകൂലം അവര്
ഒരു സമ്മതം കൂടാതെ നമുക്ക് ഈ വിഷയത്തിൽ FIR പോലീസിന് ഇടാൻ പറ്റില്ല. ഇവിടെ ആരാണ് അന്വേഷിക്കുന്നത്? ഈ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും നോട്ടുകെട്ട് കണ്ടെടുത്തു എന്ന് പറയുന്നത് ജഡ്ജി നിഷേധിച്ചു. എന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തില്ല എന്ന് പറയുന്നു. ഒക്കെ ശരി. പക്ഷെ അവിടെ വേറൊരു ചോദ്യമുണ്ട്. ഈ ജഡ്ജിയെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുൻപിൽ ഹൈക്കോടതിയിലെ വക്കീലന്മാരെല്ലാം കൂടെ വലിയ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. അവർ ചോദിച്ചു, ഏത് അഴുക്കും കൊണ്ടിടാനുള്ള സ്ഥലമാണോ, വേസ്റ്റ് ബിൻ ആണോ എന്നുള്ള അതീവ ഗുരുതരമായ ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേസ് അന്വേഷിക്കുന്നത് 3 അംഗ ജഡ്ജിമാരാണ്. 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും പിന്നെ ഒരു സുപ്രീം കോടതി ജഡ്ജിയുമാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന ഈ ഒരു കേസ് അന്വേഷിക്കാൻ ആരാണ് ഇവർക്ക് ഈ അധികാരം കൊടുത്തത് എന്നാണ്, പാർലമെന്റ് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടില്ല എന്നാണ് ഉപരാഷ്ട്രപതി പറയുന്നത്. അപ്പൊ അതീവ ഗൗരവതരമായ അഭിപ്രായങ്ങളാണ് ഉപരാഷ്ട്രപതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം FIR ഇടുന്നതിൽ അല്ലെങ്കിൽ കേസ് എടുക്കുന്നതിൽ നിന്നും ഇമ്മ്യൂണിറ്റി ഉള്ളത് രാഷ്ട്രപതിക്കും അതുപോലെ ഗവർണർക്കും മാത്രമാണ്. പിന്നെ ജഡ്ജിമാർക്ക് അങ്ങനെ ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് രാഷ്ട്രത്തിനെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. ഉപരാഷ്ട്രപതി ഈ അതീവ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് ആവശ്യമുണ്ട്. കാരണം അതല്ല, നമ്മുടെ നാടിന്റെ ക്രമസമാധാനം അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ സംശയത്തിന് അതീതമായി പ്രവർത്തിക്കണം. അങ്ങനെ സംശയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്വവും കോടതി തന്നെ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഉപരാഷ്ട്രപതി ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ ഏതാണ് ഓരോ ഞാൻ 3 നെടുന്തൂണുകളായ ജുഡീഷ്യറി, അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇവരുടെ ഈ അധികാര പരിധി അതാരാണ്? ഈ സാധാരണ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സർക്കാരാണ്. ആ സർക്കാരിലാണ് പോലീസ് ഉൾപ്പെടെയുള്ളത്. അവരുടെ ചുമതലയാണ്. അപ്പൊ പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്താനുള്ള അധികാരം എന്തുകൊണ്ടാണ് പോലീസിന് ഇല്ലാതായത്? ഇതൊക്കെ ചോദ്യമാണ്. കാരണം ഈ 3 അംഗ ജഡ്ജിമാരുടെ സമിതി അന്വേഷിക്കുമ്പോൾ അവർക്ക് ശരിക്കും റെക്കമെൻഡേഷൻ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉപരാഷ്ട്രപതി ഉന്നയിച്ചു. അതുപോലെ തന്നെ കുറച്ചു നാളിന് മുമ്പ് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു. അതായത് രാഷ്ട്രപതി ആണെങ്കിലും ഗവർണർമാരാണെങ്കിലും തങ്ങളുടെ മുന്നിൽ വരുന്ന ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കേണ്ടത് 3 മാസത്തിനുള്ളിൽ കൂടി ഒരു സമയപരിധി നിശ്ചയിച്ചു. അപ്പോൾ ഉപരാഷ്ട്രപതി ചോദിക്കുന്നു, രാഷ്ട്രപതിയെ പോലെ മഹോന്നതമായ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി കോടതി കോടതി അവർക്ക് നിർദ്ദേശങ്ങളോ ആജ്ഞകളോ കൊടുക്കാൻ പാടുള്ളതാണോ എന്നുള്ള ഒരു ചോദ്യം ഉപരാഷ്ട്രപതി ചോദിക്കുന്നുണ്ട്. അതായത് അത് വളരെ, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ മാധ്യമങ്ങൾ കോട്ട് ചെയ്ത കൊണ്ട് ഞാൻ ഉദ്ധരിക്കാം. വി ഹാവ് ജഡ്ജസ് ഹു ലെജിസ്ലേറ്റ്, പെർഫോം എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ഹു ആക്ട് ആസ് സൂപ്പർ പാർലമെന്റ്. ഇതാണ് നമ്മുടെ ഉപരാഷ്ട്രപതി പറഞ്ഞത്. അവർ സൂപ്പർ പാർലമെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതീവ ഗൗരവമുള്ള നിരീക്ഷണങ്ങളാണ് ഇതെല്ലാം. അതുപോലെ നമുക്ക് കോടതികൾ പ്രസിഡന്റിനോട് ആജ്ഞാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ശരിയാണോ? ഇതൊക്കെ കേന്ദ്ര സർക്കാർ ഒരു ഉയർന്ന ബെഞ്ചിലേക്ക് അപ്പീൽ പോകുമോ ഈ വിഷയത്തിൽ? നമുക്കതിനെക്കുറിച്ച് അറിയാൻ വയ്യ. പക്ഷെ എന്നിരുന്നാലും ഈ കേരള ഗവർണറും ആർലേക്കറും അതുപോലെ ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഖറും ഉയർത്തിയ ചോദ്യങ്ങൾ, അത് നിശ്ചയമായിട്ടും ഇത് മറുപടിക്കായിട്ട് രാഷ്ട്രം കാതോർക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഉപരാഷ്ട്രപതി മറ്റൊന്ന് പറയുന്നു, ഈ സൂപ്പർ പാർലമെന്റായിട്ട് പ്രവർത്തിക്കുന്ന ജഡ്ജിമാര് ദേ ഹാവ് നോ അക്കൗണ്ടബിലിറ്റി, ലോ ഡസന്റ് അപ്ലൈ ടു ദം. ഇങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത് കോടതി ഏത് രീതിയിലാണ് ഈ നിരീക്ഷണങ്ങളോട് പ്രതികരിക്കുന്നത്? ശരിക്കു പറഞ്ഞാൽ ഞാൻ അവസാനമായിട്ട് ഇത് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അവസാനത്തെ ഒരു പോയിന്റൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇത്തരം വിഷയങ്ങളെല്ലാം ഉണ്ടായത് ട്രാൻസ്പെറൻസിയെ കുറിച്ചുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ അധികാര പരിധി വിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള സംശയങ്ങൾ, ഇതൊക്കെ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന
കൊളീജിയത്തിന്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഒടുവിൽ ഇത് ചെന്നെത്തി നിൽക്കുന്നത് കൊളീജിയത്തെ കുറിച്ചാണ്. അപ്പൊ ഈ കൊളീജിയം സംവിധാനം കുറ്റമറ്റതാക്കേണ്ട അങ്ങനെ മാറ്റങ്ങളാണ് അതിൽ വരുത്തേണ്ടത്, അതോ നിലവിലുള്ളത് പോലെ തുടർന്നു പോകണോ? എന്തായാലും നമുക്ക് ഈ രാഷ്ട്രപതിയും ഗവർണറേയും പോലുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന, ഭരണഘടനാ പദവിയിലിരിക്കുന്ന, ഉന്നത പൊസിഷനിലിരിക്കുന്നവർ ഉന്നയിക്കുന്ന സംശയങ്ങളുടെ മറുപടിയും പ്രതികരണവും കോടതിയുടെ ഭാഗത്ത് തന്നെ വ്യക്തമായി ഉണ്ടാകും. ജനങ്ങൾക്കും സമൂഹത്തിനും കോടതിയിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമുള്ള വിശ്വാസം നിലനിർത്താൻ പര്യാപ്തമായിരിക്കും അവ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.